ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഏവർക്കും ഒരിക്കൽ കൂടി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ലിമിറ്റ് എങ്ങനെ, ഹൗ ടു ഇവാലുവേറ്റ് ലിമിറ്റ്. അതിനുവേണ്ടി നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചു. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു, പിന്നീട് നമ്മൾ മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ പഠിച്ചു, അതിനുശേഷം മെത്തേഡ് ഫോർമുല പഠിച്ചു. ഫോർമുലകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രിഗ്നോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. Here is the next question. Limit x tends to 0 sin pi x by cos 2x. ഇത് 2015 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ സൈൻ പൈ ഇൻറ്റു 0 ദാറ്റ് ഈസ് 0 ബൈ കോസ് 0 2 ഇൻറ്റു 0 ഈസ് 0 അല്ലേ. കോസ് 0 1 ആണ്, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ബൈ 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഈസ് 0. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേ വർഷം തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 8x ബൈ എക്സ് എന്ന് പറയും. ഇത് നമുക്കറിയാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 8x വന്നിരിക്കുന്നതുകൊണ്ട് താഴെ നമുക്ക് 8x വേണം അല്ലേ. കാരണം സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫോമില ആണല്ലോ 1 വരുന്നത്. സോ ഇൻറ്റു ഒരു 8 കൂടെ എടുക്കാൻ 8 കട്ടായി പോകും, പഴയതുപോലെ തന്നെ കിട്ടും. പിന്നെ നമുക്കറിയാം, അപ്പോൾ ഇത് സെയിം ആയി, ഇത് രണ്ടും സെയിം ആയി. ഇനി ഇവിടെയും കൂടെ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ നമുക്കറിയാം 8x ടെൻസ് ടു 0 ആണ്. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താകും, 1 ആവും. 1 ഇൻറ്റു 8 ദറ്റ്സ് ഈക്വൽ ടു 8 എന്ന് വരും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹിയർ ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to 0 tan x minus sin x by sin cube x. ഇത് 2012 ഫൈനൽ എക്സാമിനേഷന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2012 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഡിനോമിനേറ്ററിൽ സൈൻ ക്യൂബ് ഉള്ളത് കൊണ്ട് എക്സിന് 0 കൊടുത്താൽ സൈൻ ക്യൂബ് 0 എന്ന് വരും. ദറ്റ് ഈസ് 0 ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ നമ്മളിന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan എക്സിനെ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാമല്ലോ. മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇത് ക്രോസ് ചെയ്യുമ്പോൾ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ്. Okay, that's equal to limit x tends to 0. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സൈൻ എക്സ് കോമൺ ഉണ്ട്, അത് വേണമെങ്കിൽ പുറത്തെടുക്കാം. സൈൻ എക്സ് ഇൻറ്റു ഇപ്പോൾ 1 മൈനസ് കോസ് എക്സ് എന്ന് വരും, ഡിവൈഡഡ് ബൈ കോസ് എക്സ്. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം സൈൻ ക്യൂബ് എക്സിൻ്റെ റെസിപ്രോക്കലായ 1 ബൈ സൈൻ ക്യൂബ് എക്സ് കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഇതിലൊരു സൈൻ എക്സ് കട്ടായി പോയിട്ട് ഇവിടെ സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു ഇതിനെ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ബിക്കോസ് വി നോ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഈസ് സൈൻ സ്ക്വയർ എക്സ് ആൻഡ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഈസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു ഈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് എന്ന് എഴുതാം. ബിക്കോസ് വി നോ a plus b into a minus b is a square minus b square. അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സിനെ 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് എന്ന് എഴുതാം. അതിൽ ഈ 1 മൈനസ് കോസ് എക്സ് തമ്മിൽ കട്ടായി പോകും. അപ്പോൾ മിച്ചം നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്. റൈറ്റ്, എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് 1 ആവും. കോസ് 0 എന്ന് പറയും, കോസ് 0 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1 ബൈ
1 into 1 plus 1. That's equal to 1 divided by 2. So that's the answer. Okay, മക്കളെ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത ആ ഫോർമുല ഒന്ന് സൈൻ സ്ക്വയർ എക്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. പിന്നെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് നമ്മൾ 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തു. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തു. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് ഈസ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ള ഫോർമുല. ഈ രണ്ട് ഫോർമുലയാണ് നമ്മളിവിടെ മെയിനായിട്ട് അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു സിംപ്ലിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 0 1 minus cos 4x divided by x square. ഇത് 2009 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഇതും സിംപ്ലിഫൈ ചെയ്യാം. എക്സിന് നമുക്ക് ഡയറക്റ്റ് 0 കൊടുക്കാൻ പറ്റില്ല, കാരണം 0 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 സ്ക്വയർ 0 എന്ന് തന്നെ വരും. സോ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ലിമിറ്റ് x tends to 0 1 മൈനസ് കോസ് 4x നമ്മൾ പഠിച്ചല്ലോ. നമുക്ക് 1 മൈനസ് കോസ് 2x ഫോർമുലയുണ്ട്, ദാറ്റ് ഈസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 വരും. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ അതിൻ്റെ പകുതി വരും. ഇവിടെ 4 ആണെങ്കിൽ അതിൻ്റെ പകുതി വരും. അപ്പോൾ 1 മൈനസ് കോസ് 4x ആയതുകൊണ്ട് ഇതിനെ 2 സൈൻ സ്ക്വയർ 2x എന്ന് എഴുതും ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. നമ്മൾ ഈ ഫോർമുല ആണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. സോ 1 മൈനസ് കോസ് 4x എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ 2x വരും, റൈറ്റ്? ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് x tends to 0 2 ഇൻറ്റു ഈ 2ന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ലിമിറ്റിൻ്റെ പുറത്തേക്ക് എഴുതാം, കാരണം 2 എന്ന് പറയുന്നത് ലിമിറ്റിൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് സൈൻ സ്ക്വയർ എന്നുള്ളതിന് പകരം സൈൻ 2x ഡിവൈഡഡ് ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എഴുതാം. അപ്പോൾ എല്ലാത്തിനും സ്ക്വയർ ആയിക്കോളും അല്ലേ? സൈൻ സ്ക്വയർ ഇവിടെ ഉണ്ട്, 2x ബൈ എക്സിൻ്റെ സ്ക്വയർ ആവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 ഇൻറ്റു ലിമിറ്റ് x tends to 0. ഇതിനെ സൈൻ 2x ആയതുകൊണ്ട് നമുക്ക് താഴെ ഒരു 2x കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നു, റൈറ്റ്? എല്ലാം ഈ സ്ക്വയറിനുള്ളിലാണ് ചെയ്തത്. സൈൻ 2x ബൈ 2x എന്ന് എഴുതി. ഈ 2ന് എന്ന് പറയുമ്പോൾ അഡീഷണൽ കൊടുത്തായതുകൊണ്ട് വാല്യൂ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഒരു 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ 2 കട്ടായി പോകും. ഇനി നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2 ലിമിറ്റ് x tends to 0 എക്സ് 0ലേക്ക് പോകുന്നതിന് 2x tends to 0 ആണ്. സൈൻ 2x ബൈ 2x എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു 2 ഇൻറ്റു സ്ക്വയർ, സോ 2 സ്ക്വയർ. കാരണം ഇത് 1 ആയിപ്പോയി, ഇത് പിന്നെ 2 ഉണ്ട്. സോ 1 ഇൻറ്റു 2 2 ഇൻറ്റു സ്ക്വയർ 4 ഇൻറ്റു 2 8. സോ ആൻസർ ഈസ് 8 എന്ന് വരും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ മക്കളെ, യെസ്. And this is the next question, question number 29. Limit x tends to pi by 4 tan pi by 4 minus x divided by pi by 4 minus x. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് പൈ ബൈ 4 കൊടുക്കുമ്പോൾ ഇത് പൈ ബൈ 4 മൈനസ് പൈ ബൈ 4 ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല ലിമിറ്റ് x tends to 0 tan x by x is equal to 1 എന്നുള്ളൊരു ഫോർമുല നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് പൈ ബൈ 4ലേക്കാണ് പോണേ. അതുകൊണ്ട് നമുക്ക് ആസ് x tends to പൈ ബൈ 4 നമുക്കറിയാം പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും അല്ലേ? എക്സ് പൈ ബൈ 4ലേക്ക് പോകണമെങ്കിൽ പൈ ബൈ 4 എക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താവും? കുറഞ്ഞ് 0യിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു അതല്ലെങ്കിൽ ആലോചിച്ചാൽ മതി, രണ്ട് സൈഡിൽ ഒരു എക്സ് കുറച്ച് കഴിഞ്ഞാൽ പൈ ബൈ ഇത് ഈ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഈക്വൽ ടുവിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ സൈഡ് 0 ആവും, പൈ ബൈ 4 മൈനസ് എക്സ് എന്നാവും. അങ്ങനെ ഓർത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഞാനത് മാറ്റി എഴുതുവാണ്. സോ ലിമിറ്റ് പൈ ബൈ 4 മൈനസ് എക്സ് ടെൻസ് ടു 0 tan pi by 4 minus x divided by pi by 4 minus x. കണ്ടോ? ഇപ്പം നോക്കിയ മക്കളെ, ഇവിടെ 3 സൈഡിലും ഒരേ വാല്യൂസ് ആയി. ഇവിടെ അതെ പൈ ബൈ 4 മൈനസ് എക്സ്, പൈ ബൈ 4 മൈനസ് എക്സ്, പൈ ബൈ 4 മൈനസ് എക്സ്. അത് ടെൻസ് ടു 0യുമായി. അപ്പോൾ നമുക്ക് ബൈ ഈ ഫോർമുല വെച്ചുകൊണ്ട് വാല്യൂ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, അതിൻ്റെ റീസൺ ഇതാണ്. ബിക്കോസ് ലിമിറ്റ് x tends to 0
tan x by x is equal to 1. ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുല എഴുതുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഒന്ന് മനസ്സിലായോ? ഇതും ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്, 2010 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ വേറെ വർഷവും ഈ ക്വസ്റ്റൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റൻ. എവാലുവേറ്റ് ലിമിറ്റ് x tends to 1 x raised to 15 minus 1 divided by x raised to 10 minus 1. ഇതിനെ നമുക്ക് അറിയാവുന്ന, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a എന്നുള്ളതിൻ്റെ ഒരു ഫോർമുല നമുക്കറിയാം. ദാറ്റ് ഈസ് n into a raised to n minus 1. അപ്പോൾ ഈ ഒരു ഫോർമുല ആയുടെ ഏതാണ്ട് ഒരു മോഡലാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. നമുക്കറിയാം ഇവിടെ എ എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ വരുന്ന ഈ വാല്യൂവും ഈ വാല്യൂവും സെയിം ആയിരിക്കണം, എന്നാലാണ് n into a raised to n minus 1 എന്ന് പറയാൻ പറ്റുക. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ലിമിറ്റ് x tends to 1 x raised to 15 minus 1 divided by limit x tends to 1 x raised to 10 minus 1. രണ്ടായിട്ട്. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറൊന്നും കൂടെ ചെയ്യാം. ലിമിറ്റ് x tends to 1 x raised to 15 minus 1 raised to 15 എന്ന് വേണം എഴുതാം, ബിക്കോസ് 1 raised to 15 ഈസ് 1 ആണ്. ഡിവൈഡഡ് ബൈ ഇതിനെ ഞാൻ ചെറിയ മാറ്റം വരുത്തുവാണ്, x മൈനസ് 1 എന്ന് ഇവിടെ എഴുതുവാണ്. വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു x മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ താഴെ എഴുതി മേളിൽ എഴുതി. ഓക്കെ, ഡിവൈഡഡ് ബൈ ലിമിറ്റ് x tends to 1. ഇവിടെ നമുക്കുള്ള x raised to 10 minus 1 ആണ്, അതിനെ 1 raised to 10 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ x minus 1, വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഒരു x minus 1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആക്ച്വലി ഈ x minus 1 ഈ x minus 1 കൂടെ കട്ടായി പോയിക്കോളും, വാല്യൂവിനെ നമുക്ക് അതിൻ്റെ തരത്തിൽ അഫക്റ്റ് ചെയ്തില്ല. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഫോർമുലയുടെ അതേ മോഡലാണ് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഫോർമുലയുടെ അതേ മോഡലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ ഫോർമുല എഴുതിയിട്ടുണ്ട്. x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. ആ ഫോർമുലയുടെ അതേ മോഡലിലാണ് ഇത് കിടക്കുന്നത് അല്ലേ, ഈ ഒരു വാല്യൂ കിടക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലിമിറ്റ് x tends to a x raised to n minus a raised to n, എയുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്, x minus 1 എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ നമുക്ക് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 15 ആണ്. സോ 15 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്, സോ 1 raised to 15 minus 1. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ 15 ആണ്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്, raised to n minus 1 എന്ന് വെച്ചാൽ 15 minus 1 14 വരും, ബൈ താഴെ നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 1 raised to 10 minus 1 ദാറ്റ് ഈസ് 9. ദാറ്റ് ഈസ് 15 by 10 എന്ന് വരും. 15 by 10-നെ 5 കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 3 by 2 എന്ന് എഴുതാം. സോ ദാറ്റ്സ് ദ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഓൾജിബ്രായിക് ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്, ആ ഫോർമുല. അപ്പോൾ ആ ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഒരു കേസാണ്. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്. ഹിയർ ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 2 x raised to 5 minus 32 divided by x cube minus 8. ഇതിനെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്യാം. ലിമിറ്റ് x tends to 2 x raised to 5 മൈനസ് ഇതിനെ 2 raised to 5 എന്ന് എഴുതാം, ബിക്കോസ് 2 raised to 5 is 32 ഡിവൈഡഡ് ബൈ x cube minus 2 cube എന്ന് എഴുതാം, ബിക്കോസ് 2 cube is 8. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം. ലിമിറ്റ് x tends to 2 x raised to 5 minus 2 raised to 5 divided by limit x tends to 2 x cube minus 2 cube. മേലിലും താഴെയും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ഇനി ഇത് നമ്മുടെ ഫോർമുലയുടെ അതേ മോഡലാണ് കിടക്കുന്നത്. അതാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു x minus 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഒരു ഇൻറ്റു x minus 2 കൂടെ ചെയ്യാം. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ചെയ്യാം, ഒരു ബൈ x minus 2 ഇൻറ്റു x minus 2.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം, ഇവിടെയും നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. മിച്ചം വരുന്ന ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് കട്ടായി പോകും. അപ്പോൾ എന്താവും, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമുക്കറിയാമല്ലോ എന്താണ് ഫോർമുല, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന് വെച്ചാൽ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എന്നാണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 5 ആണ്, എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ എന്ത് വരും മക്കളെ, ദിസ് ഈസ് എന്നിൻ്റെ സ്ഥാനത്ത് 5 ഇൻറ്റു 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 റേസ് ടു 2. ഓക്കെ, ഇതിൽ 2 റേസ് ടു ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് 5/3 ഒരുമിച്ച് എഴുതാം, ഇൻറ്റു 2 റേസ് ടു 4 മൈനസ് 2 എന്ന് വരാം. സോ 5/3 ഇൻറ്റു 2 സ്ക്വയർ എന്ന് വരും. സോ 20/3 എന്ന് വരും. 5 ഇൻറ്റു 4 ദറ്റ് ഈസ് 20/3. സോ ദ ആൻസർ ഈസ് 20/3. മനസ്സിലായോ മക്കളെ? യെസ്. ഹിയർ ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2009 ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ. ഇവിടെ നമുക്ക് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ ബൈ എക്സ് പ്ലസ് എ എന്നുള്ളതിനെ നമുക്കിവിടെ നമ്മുടെ ഫോർമുലയുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് ശരിക്കും എക്സിന് പകരം എ എന്ന് ഡയറക്റ്റ് കൊടുക്കാം. കാരണം ഡയറക്റ്റ് എ എന്ന് കൊടുത്താൽ ഡിനോമിനേറ്ററിന് ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് കൊടുത്താൽ റൂട്ട് എ പ്ലസ് റൂട്ട് എ ഡിവൈഡഡ് ബൈ എ പ്ലസ് എ എന്ന് വരും. ദാറ്റ് ഈസ് 2 റൂട്ട് എ ഡിവൈഡഡ് ബൈ 2a എന്ന് വരും. 2 കട്ടായി പോയിട്ട് ഇത് റൂട്ട് എ ബൈ എ എന്ന് വരും. റൂട്ട് എ ബൈ എ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് എഴുതാം. കാരണം റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ ആണല്ലോ. അപ്പോൾ ഒരു റൂട്ട് എ വെട്ടിപ്പോവും. ആൻസർ 1/√a എന്ന് എഴുതാം. ഇത് 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1/x. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എക്സിന് 0 കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താണ്, നോക്കിക്കോണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇതിനെ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 1/2 എന്ന് എഴുതുക. കാരണം ഓൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് തന്നെയല്ലേ. മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ഇതിന് വേറെ ഒന്നും വരുത്തിയിട്ടില്ല. ഇത് അതുപോലെ തന്നെ എഴുതി, അതിനകത്തൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓൾ റേസ് ടു 1/2. ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് നമ്മുടെ ഫോർമുലയെ. അപ്പോൾ ഞാൻ അതുപോലെ ആക്കാൻ വേണ്ടി ഇതിനെ 1 റേസ് ടു 1/2 എന്ന് എഴുതാം. ബിക്കോസ് 1 റേസ് ടു എനി നമ്പർ ഈസ് 1 ആണല്ലോ. അതുകൊണ്ട് ഇപ്പം നമുക്ക് ആ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ എന്നുള്ള ഫോർമുലയായി. ഇനി ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഇപ്പോൾ ഇവിടെ രണ്ടും ഒരുപോലെയായി. അവിടെ ആ എക്സിൻ്റെ സ്ഥാനത്തിന് 1 പ്ലസ് എക്സ് ആണെന്നുള്ള വ്യത്യാസം മാത്രം. ബാക്കിയെല്ലാം ന്യൂമററിൽ സെയിം ആയി. ഇനി ഡിനോമിനേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ വരേണ്ടത് എന്താണ്, 1 പ്ലസ് എക്സ് മൈനസ് 1 എന്നാണ്. പക്ഷെ നമുക്കിവിടെ എക്സേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ ഒരു 1 പ്ലസ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിന് യാതൊരു വ്യത്യാസവും വരത്തില്ല. കാരണം 1 മൈനസ് 1 ക്യാൻസൽ ആയി പോയിക്കോളും. പക്ഷെ നമുക്ക് ഇങ്ങനെയൊന്ന് ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ ഈ മോഡലിൽ തന്നെയായി മാറും. കണ്ട മക്കളെ? അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, ഈ ഡിനോമിനേറ്ററിൽ ഒരു 1 കൂട്ടി 1 കുറച്ചു. വാല്യൂവിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് ഈ ഫോമിലായി. കണ്ടോ? ഇപ്പം നമുക്ക് ഇവിടെ വന്ന സാധനവും ഇവിടെ വന്ന വാല്യൂ സെയിം ആയോ നോക്കുക. ഇവിടെ ആയിട്ടില്ല. ഈ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഞാൻ ഇവിടെയും ചെയ്യുമെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 1 ആഡ് ചെയ്യുന്നു, അപ്പോൾ ഇവിടെയും ഒരു 1 ആഡ് ചെയ്യുന്നു. കണ്ടോ? ഇപ്പം ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അത് എക്സ് 0യിലേക്ക് പോകണമെങ്കിൽ എക്സിൻ്റെ കൂടെ 1 കൂട്ടിയാൽ അത് 0യുടെ 1 കൂട്ടുന്നതിന് തുല്യമായ എഫക്റ്റ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സ് 0യിലേക്ക് പോവാം. അപ്പോൾ 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാലോ 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 0യിലേക്ക് പോകും. യാതൊരു വ്യത്യാസമില്ല, സെയിം തന്നെ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള പ്രത്യേകത നമുക്കിതെല്ലാം സെയിമായി കിട്ടും. ഡയറക്റ്റ് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് എഴുതാം. ആസ് എക്സ് ടെൻസ് ടു 0 1 plus x tends to 1 plus 0, that is 1 plus x tends to 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം. ലിമിറ്റ് 1 plus x tends to 1
1 plus x all raised to 1 by 2 minus 1 raised to 1 by 2 divided by 1 plus x minus 1. ഇപ്പോൾ എല്ലാം ഒരുപോലെയായി. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ n-ന്റെ സ്ഥാനത്ത് 1 by 2 ആണ്, എയുടെ സ്ഥാനത്ത് 1 ആണ്. n minus 1 എന്ന് പറയുമ്പോൾ 1 by 2 minus 1 വരും അല്ലേ. n into a raised to n minus 1. That is 1 by 2 into 1 raised to any number is 1 ആയതുകൊണ്ട് ആൻസർ ഈസ് 1 by 2 എന്ന് വരും. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. സോ ആൻസർ ഈസ് 1 by 2. മനസ്സിലായ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് പല വർഷങ്ങളിൽ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ഹിയർ ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 0 x plus 5 all square minus 25 divided by x. ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ ഏതാണ്ട് അതേ മോഡലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതിനെ നമുക്കൊന്ന് റൈറ്റ് ചെയ്യാം. ലിമിറ്റ് x tends to 0 x plus 5 all square divided by 5 square. ഇപ്പോൾ ന്യൂമറേറ്ററിൽ ഇത് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ a raised to n x raised to n minus a raised to n എന്നുള്ള ഫോമിൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു പരിപാടിയാണ്. ഡിവൈഡഡ് ബൈ എക്സ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു +5 -5 ചെയ്താലും വാല്യൂന് വ്യത്യാസമില്ല. കാരണം x +5 -5 0 ആയി പോകുമല്ലോ. ഒന്ന് ബ്രാക്കറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പം നമുക്ക് ആ ഫോമുലായി. കണ്ടോ, ഏതാണ് ഫോമുല? ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. ആ ഫോമുല ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് x +5 ആണ്, ഇവിടെയും അത് തന്നെയാണ്. n-ന്റെ സ്ഥാനത്ത് 2 ആണ്, എയുടെ സ്ഥാനത്ത് 5 ആണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കണ്ടോ, x tends to 0 ആണ്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നമുക്ക് എഴുതാം ആസ് x tends to 0. നമുക്കറിയാം x plus 5 tends to 0 plus 5. That is x plus 5 tends to 5. Right? Yes. അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാം. ലിമിറ്റ് x plus 5 tends to 5. x plus 5 all square minus 5 square divided by x plus 5 minus 5. ഫോമുല അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? n into a raised to n minus 1. n-ന്റെ സ്ഥാനത്ത് 2 ആണ്, into a 5 raised to n minus 1 2 minus 1. That is 2 into 5. So the answer is 10. Right? Yes. അപ്പം ഇത് 2012 ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മളൊന്ന് സൂക്ഷിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ മക്കളെ? ഓക്കെ. Increase another question. If limit x tends to 2 x raised to p minus 2 raised to p by x minus 2 is equal to 192, then find p. This is the question. ഇത് 2010 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് നമ്മുടെ ഫോമുലയുടെ അതേ മോഡലാണ് കിടക്കുന്നത്. x raised to n minus a raised to n by x minus a എന്നുള്ള ഫോമുല is equal to n into a raised to n minus 1 ആണ് നമ്മുടെ ഫോമുല. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ എഴുതാം. ഇവിടെ ബൈ ഫോമുല ദിസ് ഈസ് n into ഇവിടെ n-ന്റെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്നത് p ആണ്, എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 2 ആണ്. By formula this is equal to n into, that is p into a raised to 2 raised to n minus 1 p minus 1 എന്നാണ് ഇതിൻ്റെ ഫോമുല. That is equal to 192 ആണ്. അപ്പോൾ നമുക്ക് ഈ 192നെ ഒന്ന് 2ൻ്റെ പവേഴ്സ് ആയിട്ടൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 192നെ ഞാനൊന്ന് ഫാക്ടറൈസ് ചെയ്യുകയാണ് 2 കൊണ്ട്. അപ്പോൾ നമുക്കറിയാം 96 എന്ന് വരും അല്ലേ. വീണ്ടും 2 കൊണ്ട് അപ്പോൾ 48 വരും. വീണ്ടും 2 കൊണ്ട് 24 വരും. 2 കൊണ്ട് അപ്പോൾ 12 വരും. 2 കൊണ്ട് 6 വരും. 2 കൊണ്ട് 3 വരും. അപ്പോൾ ഇതിനെ വേണേൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 1 2 3 4 5 6 2 raised to 6 എന്ന് എഴുതാം. കണ്ടോ, നമ്മൾ എഴുതി മനസ്സിലായ 192നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്തു എഴുതി വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഒരു 3ഉം പിന്നെ 2ൻ്റെ 6 മൾട്ടിപ്പിൾസ് ഉണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതാണ് ഈ സാധനം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇത്തിരി ഇങ്ങോട്ട് മോഡിഫൈ ചെയ്യാം. ദാറ്റ് ഈസ്
ഇതിനെ ഒന്നും കൂടി ഞാനൊന്ന് മോഡിഫൈ ചെയ്യാണ്. കാരണം ഇത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന വാല്യൂയും ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ ഒരുപോലെ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. ദറ്റ് ഈസ് 3 ഇൻറ്റു ഒരു 2 കൂടി ഇങ്ങ് മാറ്റുന്നു, 2⁵5 എന്നിട്ട്. അപ്പം എന്താവും എനിക്ക്? ഇത് 6 എന്നാവും. 6 ഇൻറ്റു 2⁵5 എന്നായി. ദറ്റ് ഈസ് 6 ഇൻറ്റു 2⁻6 - 1 എന്ന് എഴുതാം. അപ്പൊ ഇത് p ഇൻറ്റു 2⁻p-1 എന്നുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും p = 6 ആണ് അല്ലേ. അപ്പോൾ ഇത് അത്തരത്തിൽ ചെയ്യുന്നൊരു പ്രോബ്ലം ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. ഇത് ഒന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിക്കൊള്ളും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ. അപ്പോൾ മക്കളെ, ഈ നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത് ഓൾജിബ്രായിക് ലിമിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്ത് പഠിക്കുക. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.